എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇതിനു മുന്നേ പലതരത്തിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സാമ്പാർ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇൻഗ്രീഡിയൻസ് മിക്കവാറും സെയിം ആണെങ്കിലും വെക്കുന്ന രീതി വെച്ച് സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം. മിനിമം സാമ്പാറിൽ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും തക്കാളിയുമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ 3 കഷ്ണങ്ങൾ വെച്ചിട്ടും സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മത്തങ്ങ എടുക്കാം, കുമ്പളങ്ങ എടുക്കാം, കായ എടുക്കാം, ചേന എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ സാമ്പാർ കഷ്ണത്തിന് എടുക്കുന്ന കഷ്ണങ്ങളൊക്കെ ഈ സാമ്പാറിലേക്ക് ചേർക്കാം. മുരിങ്ങയ്ക്ക ഇതുപോലെ ഒന്ന് ചീന്തി എടുക്കുക. തക്കാളിയും വെണ്ടയ്ക്കയും കഴുകിയതിന് ശേഷം മാത്രം കഷ്ണങ്ങളാക്കി എടുക്കുക. ക്യാരറ്റും പൊട്ടറ്റോയും മുകളിലുള്ള തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ കഷ്ണങ്ങൾ കഴുകി മാറ്റി വയ്ക്കണം. തക്കാളിയും വെണ്ടയ്ക്കയും എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമാണ് മുറിച്ചെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ കഴുകിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് തന്നെ മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെക്കേണ്ടത് 6-7 ചെറിയുള്ളിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതിയോ എടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. 2 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 മുതൽ ഒരു 4 വരെയൊക്കെ എടുക്കാം. 1 കപ്പ് പരിപ്പ് 3 കപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി കുതിർത്തി വയ്ക്കാം. കുതിർത്തി വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. സാധാരണ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പിന് അധികം വേവില്ല. അപ്പോൾ കുതിർത്തി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുതിർത്തി വെച്ചാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുതിർത്തി വെച്ചത് ഇല്ലാതെയും തയ്യാറാക്കാം. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ്. നോർമൽ വാട്ടറിലും ഇതങ്ങ് കുതിർത്തി വയ്ക്കാം. പുളി ഇതുപോലെ ഒന്ന് ഉടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് പുളി ഈസി ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നോളും. ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. 10 മിനിറ്റിൽ തന്നെ പുളി റെഡിയായി കിട്ടും. ഇനി അതിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ കുതിർത്തി വെച്ച പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. അതിലേക്ക് വെണ്ടക്ക, തക്കാളി, അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇങ്ങനെ എല്ലാ വെജിറ്റബിളും ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു 3-4 മിനിറ്റ് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കും തോറും കഷ്ണങ്ങളെല്ലാം ഒന്ന് വാടി വരും.
അത്യാവശ്യം കഷ്ണങ്ങളൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി കഷ്ണങ്ങൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ സാമ്പാർ പൊടി. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാമ്പാർ പൊടി അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടി ആയാലും എടുക്കാം. 4 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കായമായിട്ടുള്ളവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിൽ ഈ പൊടികൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആ പൊടികളുടെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോഴും സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കൊടുക്കും. 2 മിനിറ്റ് ഇതുപോലെ പൊടികൾ വറുത്തെടുത്ത് പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊരു മണം വരുന്ന സമയത്ത് കഷ്ണങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളിലേക്കും ആ ഒരു ഫ്ലേവറൊക്കെ അത്യാവശ്യം പിടിക്കാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഇതുപോലെ പിഴിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞു കൊടുത്തത് ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതും ഈ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമാകാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർത്തപ്പോൾ ഞാൻ അതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി എക്സ്ട്രാ ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായി വേവണം, അതുപോലെ വെള്ളവും അത്യാവശ്യം ഒഴിക്കണം. എന്നാൽ മാത്രമേ വെന്ത് വരുമ്പോഴേക്കും പരിപ്പ് കുറുകുമ്പോൾ ആ ഒരു ചാറ് കറക്റ്റായിട്ട് വരുള്ളൂ. ഈ ഒരു വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെ ചാറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആ ഒരു കഷ്ണങ്ങളും കൂടി വെന്ത് വരാനുള്ളത് കൊണ്ട് കുറച്ച് നേരം തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, പുളി നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വരുമ്പോഴേക്കും ചാറ് വറ്റിക്കോളും. അതുപോലെ ഇരിക്കും തോറും സാമ്പാർ കുറുകും, പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ എടുക്കാം. കുറച്ച് പച്ച കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, പറയാൻ വിട്ടുപോയതാണ്. നല്ല നാടൻ കേരള സ്റ്റൈൽ സാമ്പാറാണ്. വഴറ്റിയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.